നമസ്കാരം. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. തലയ്ക്ക് 13 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച 2 മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു. മേഖലയിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ഇവർ. 2 പേർക്കും കൂടിയാണ് 13 ലക്ഷത്തിന്റെ ഇനാം പ്രഖ്യാപിച്ചിരുന്നത്. കൊണ്ടഗാവ്, നാരായൺപൂർ ജില്ലകളിൽ അതിർത്തിയിലുള്ള കിലോബർഗം ഗ്രാമങ്ങളിൽ വനത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരം നക്സലൈറ്റ് വിരുദ്ധ ഓപ്പറേഷനായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം പുറപ്പെട്ടപ്പോൾ വെടിവെപ്പ് നടന്നുവെന്നാണ് ബസ്തർ റേഞ്ച് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് സുന്ദർരാജ് പി അറിയിച്ചിരിക്കുന്നത്. കൊണ്ടഗാവിൽ നിന്നുള്ള സംസ്ഥാന പോലീസിന്റെ 2 യൂണിറ്റുകളായ ജില്ലാ റിസർവ് ഗാർഡ്, ബസ്തർ ഫൈറ്റേഴ്സ് എന്നിവയിലെ ഉദ്യോഗസ്ഥരാണ് മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുവരെ 2 മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങളും ഒരു AK-47 റൈഫിലും മറ്റ് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മേഖലയിൽ കൂടുതൽ വിശാലമായ തിരച്ചിലുകൾ നടന്നുവരികയാണെന്നും സുന്ദർരാജ് അറിയിച്ചു. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കിഴക്കൻ ബസ്തർ ഡിവിഷനിലെ അംഗവും മാവോയിസ്റ്റ് കമാൻഡറുമായ ഹൽദാർ, ഏരിയ കമ്മിറ്റി അംഗം റാമി എന്നിവരാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. ഹൽദാറിന്റെയും റാമിയുടെയും തലയ്ക്ക് യഥാക്രമം 8 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയും വീതം പാരിതോഷികം പ്രഖ്യാപിച്ചുവെന്ന് അധികൃതർ വ്യക്തമായി പറയുന്നുണ്ട്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് കൂടുതൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നോ എന്നാണ് സുരക്ഷാ സേന ഇപ്പോൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംസ്ഥാനത്തെ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷൻ ശക്തമാണ്. ഏറ്റവും പുതിയ സംഭവ വികാസത്തോടെ ഈ വർഷം ഇതുവരെ സംസ്ഥാനത്ത് നടന്ന വ്യത്യസ്ത ഏറ്റുമുട്ടലുകളായി 140 മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ 123 പേരെ നാരായൺപൂർ, കൊണ്ടഗാവ് എന്നിവ ഉൾപ്പെടെ 7 ജില്ലകൾ ഉൾപ്പെടെ ബസ്തർ ഡിവിഷനിൽ നിന്നാണ് ഇല്ലാതാക്കിയത്. മാത് ബച്ചാവോ അഭിയാൻ അഥവാ സേവ് മാത് ക്യാമ്പയിൻ എന്ന പേരിൽ സുരക്ഷാ സേന വൻ ഓപ്പറേഷനുകൾ നടത്തുകയും മധയിലും പരിസര പ്രദേശങ്ങളിലും 100-ലധികം മാവോയിസ്റ്റുകളെ വധിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഉടനീളം കാര്യമായ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനുകളാണ് നടന്നുവരുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.